സുവിശേഷം മാത്യു ചാപ്റ്റർ 16, 16-ാം അധ്യായം, അതിന്റെ 18-ാം വാക്യം, 18th verses. മാത്യു ചാപ്റ്റർ 16, 18. നീ പത്രോസ് ആകുന്നു, പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. And so I tell you, Peter, you are a rock. You are a rock. And on this rock foundation, I will build my church. I will build my church. I will build my church. And not even death will be able to overcome it. No power can overcome it. ഇന്ന് നമ്മൾ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവസഭ, ഹൗസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സഭ. എന്താണ് സഭ? വാട്ട് ദ മീനിങ് ഓഫ് ചർച്ച്? ഇവിടെ പറഞ്ഞു, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ഞാൻ എന്റെ സഭയെ പണിയും. സ്തോത്രം. ഞാൻ എന്റെ വീട് പണിയെന്ന് പറയുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ എന്ത് ചെയ്യും? വീട് പണിയും. സ്തോത്രം. എന്റെ സഭയെ പണിയുമ്പോൾ തന്നെ മനുഷ്യൻ പല സഭകളും പണിയാണ്. വിനോദ ലോകസഭ, നിയമസഭ, പല സഭകളും ഉണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞു, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. വളരെ പവർഫുൾ ആണ് വേർഡ് ഓഫ് ഗോഡ്. ഇറ്റ്സ് വെരി പവർഫുൾ വേർഡ് ഓഫ് ഗോഡ്. എന്താണെന്ന് ചോദിച്ചാൽ, അതിന്റെ 17 വായിക്കാമെങ്കിൽ, if you read 17, why it is more powerful എന്ന് കാണാൻ കഴിയും. Jesus replied to Peter, "Blessed are you, Simon, son of John. Simon, you are blessed. Why? For this was not revealed to you For this was not revealed to you by flesh and blood, but my Father in heaven. But my Father in heaven. Praise God. നീ ശ്രദ്ധിക്കണമേ. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നു, ബെറിയോനെ ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങൾ അല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. ഐ വിൽ ബിൽഡ് മൈ, എന്റെ സഭ എന്ന് പറഞ്ഞാൽ അത് വത്തിക്കാനിലുണ്ടായതല്ല. കാരണം ആ സഭ ആരംഭിച്ചത് ജഡരക്തങ്ങളാണ്. അത് കുംഭത്തിലുള്ളതല്ല, അത് ആരംഭിച്ചത് ജഡരക്തങ്ങളാണ്. മനസ്സിലായോ? Any congregation, any so-called church made by man is not house of God. I will build my church. ഇനിയും ചർച്ച് ഒരു ഇൻഫർമേഷൻ അല്ല. അവിടെ വായിക്കുന്നു, ഇറ്റ് ഈസ് റിവീൽഡ് ടു യു. നിനക്കത് വെളിപ്പെടുത്തിയതാ. ഫ്രം ഹൂം? From Heavenly Father. Praise the Lord. Praise the Lord. Hallelujah. So you can see in നമ്മുടെ കലണ്ടറിനകത്ത് why we are not putting the name of the church. Because if I put the name of the church, the calendar belongs to church. If I put the name of the Christ, this calendar belongs to Christ. Hallelujah. അങ്ങനെയാണെങ്കിൽ, if you belongs to any church, you belongs to the world. If you belongs to Christ, you are the part of the church. Hallelujah. സ്തോത്രം. മനസ്സിലാക്കുന്ന ദൈവത്തെ സ്തുതിക്കുക. ലോകത്തിൽ മനുഷ്യനിർമ്മിതമായ സഭയിലെ അംഗമാണ് നീയെങ്കിൽ ദൈവസഭയിൽ നീ അംഗമല്ല. Praise the Lord. Hallelujah. അതുകൊണ്ടാ ഈ ചർച്ചിന്റെ പേരിന് എന്ത് ചെയ്യാത്തത്? പ്രാധാന്യം കൊടുക്കാത്തത്. That's the reason any moment of our life we shall not try to lift the name of the church. Never try to lift the name of the pastor. Never try to lift any other name than the name of Christ. Hallelujah. അപ്പോൾ ഇവിടെ പറയുന്നു, this is revealed to you by Heavenly Father.
നോട്ട് ബൈ ബ്ലഡ് ഓർ ഫ്ലഷ്. ജഡരക്തങ്ങൾ പഠിപ്പിച്ചു, ഞങ്ങൾ അപ്പന്മാരായിട്ട് ഇങ്ങനെ ഹെറിഡിറ്ററിയ പാരമ്പര്യമായിട്ട് ഞങ്ങൾ വന്നതാ. നോ, യു നോട്ട് ബിലോങ്സ് ടു ദ ചർച്ച് ഓഫ് ഗോഡ്. സ്തോത്രം. എന്നെ പഠിപ്പിച്ചത് എന്റെ അപ്പനും അമ്മയുമാ, എന്നെ പഠിപ്പിച്ചത് എന്റെ പുരോഹിതന്മാരാ, എന്നെ പഠിപ്പിച്ചത് പാസ്റ്റർമാരാ. യു നെവർ ബിലോങ്സ് ടു ദ ചർച്ച് ഓഫ് ഗോഡ്. ബട്ട് ഇഫ് ഇറ്റ് ഇസ് റിവീൽഡ് ടു യു ത്രൂ ഹെവൻലി ഫാദർ, ഇഫ് ഇറ്റ് ഇസ് റിവീൽഡ് ടു യു ത്രൂ ക്രൈസ്റ്റ്, കർത്താവിലൂടെ നിനക്കത് വെളിപ്പെട്ട് കിട്ടിയെങ്കിൽ നീ ദൈവസഭയുടെ ഭാഗമായി മാറി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഞാൻ ഈ സഭയുടെ മെമ്പറാണെന്ന് അഭിമാനിച്ചാൽ നിങ്ങൾ നാശത്തിന്റെ പാതയിലാണ്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഞാൻ ക്രിസ്തുവിലാണെന്ന് ചിന്തിച്ചാൽ നിങ്ങൾ വിജയത്തിന്റെ പാതയിലാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ജീവിക്കാനുള്ള ആദായ മാർഗമല്ല സഭ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഞാനും ഇവിടെ കടന്നു വരുന്ന ഓരോ മക്കളും ക്രിസ്തുവുമായി ബന്ധപ്പെടണമെന്നുള്ള ലക്ഷ്യത്തിന് ഇടമാണ് സഭ. ഇറ്റ് ഇസ് നോട്ട് എ മണി മേക്കിംഗ് ബിസിനസ് ഫോർ മീ. I shall be part of Christ and everyone who is coming shall be part of Christ. അങ്ങനെ വരണമെങ്കിൽ ഭൂമിയിൽ ജഡരക്തങ്ങൾ ആരംഭിച്ച നിങ്ങൾ സഭകളെന്ന് വിളിക്കുന്നതിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നേ മതിയാകും. പെന്തിക്കോസിൽ നിൽക്കാൻ പറ്റുമോ? പറ്റുകയില്ല. പെന്തിക്കോസ് ആരംഭിച്ചു? മനുഷ്യരാരംഭിച്ചു. നീ എവിടെ വരണം? നീ ക്രിസ്തുവിൽ വരണം. Don't think I will stay in Pentecostal church. I will come out from Roman Catholic. I will come from CSI. I will come from Marthoma. Then I will be in Pentecost. No. Still you are in the path of destruction. Come out from every group. മനുഷ്യ നിർമ്മിതമല്ലാത്ത ദൈവസഭയുടെ ഭാഗമായി മാറും. സ്തോത്രം. ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര തർക്കിച്ചാലും നിങ്ങൾ എത്ര സംസാരിച്ചാലും നിങ്ങൾ പരാജയത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. Hallelujah. So this is one of the greatest revelation of Father to the world. എന്താണ് greatest revelation? Hallelujah. സ്തോത്രം. The greatest revelation, God will build his church. അല്ലെങ്കിൽ സഭ എന്നുള്ളത് ദൈവത്തിന്റെ ഏറ്റവും വലിയ വെളിപ്പാടാണ്. ദൈവസഭ എന്ന് പറയുന്നത് ഏറ്റവും വലിയ വെളിപ്പാടാണ്. one of the greatest revelation from God. Hallelujah. നമുക്ക് ബൈബിൾ പഠിക്കാമെങ്കിൽ when you study Bible, Holy Spirit is trying to teach us about the church of God, house of God. പല വിധത്തിൽ നമ്മളെ പഠിപ്പിക്കാൻ നോക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ if Holy Spirit start talking things in heaven, we will not understand. സ്വർഗത്തിലെ കാര്യം പറഞ്ഞ് നമുക്ക് മനസ്സിലാകുകയില്ല. അതുകൊണ്ട് Holy Spirit started comparing church. Holy Spirit starts to teach us about church. എങ്ങനെയാണ്? Church is a building. Church is a garden. Church is a true vine. അത് മുന്തിരിവള്ളിയാണ്. ചർച്ച് സഭ ഒരു തോട്ടമാണ്. Church is like a tree, ഒരു വൃക്ഷം പോലെയാണ്. സോ പല വിധത്തിൽ ഹോളി സ്പിരിറ്റ് നമ്മളെ പഠിപ്പിക്കുകയാണ്. സഭ എന്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ടു റിയലൈസ് ദ റിയൽ ചർച്ച്, യഥാർത്ഥ സഭ എന്തെന്ന് അറിയുവാൻ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ടുഡേ ഹോളി സ്പിരിറ്റ് ഈസ് ട്രൈയിങ് ടു ടീച്ച് ചർച്ച് ആസ് എ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഇന്ന് പരിശുദ്ധാത്മ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സഭ ക്രിസ്തുവിന്റെ ശരീരം. സഭ ക്രിസ്തുവിന്റെ ശരീരം. ഒരു ശരീരത്തിന് എന്തുണ്ട്? മെയിൻ പാർട്ട് പറഞ്ഞാൽ എന്താണ്? ഹെഡ്. ഹെഡ് എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റും, ബോഡി എന്ന് പറഞ്ഞാൽ ചർച്ച്. സോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ടുഡേ ഹോളി സ്പിരിറ്റ് വാസ് ടു എക്സ്പ്ലെയിൻ us ചർച്ച് as a body of Christ. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ കുറിച്ച് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വായിക്കാം. Ephesians chapter 1, 22 and 23.
എഫേസ്യ ലേഖനം 1-ാം അധ്യായം 22-23. സർവ്വം അവന്റെ കാൽക്കീഴാക്കി വെച്ച് ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അവനെ സർവത്തിന് മീതെ തലയാക്കി. ഓക്കെ, ഇംഗ്ലീഷ്. God put all things under Jesus, under Christ's feet, Christ feet. and gave him to the church as supreme Lord over all things. The church is Christ's body, the completion of him who himself completes all things everywhere. Gave him as a head things to the church. So Christ is the head and church is the body. Praise God. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ചിന്തിച്ചേ, how we can identify one person. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? മുഖം കാണുമല്ലേ? ഫേസ്, ത്രൂ ദ ഫേസ് അല്ലേ? ഫേസ് കണ്ടിട്ടാണ് നമ്മൾ ഒരാളെ എന്ത് ചെയ്യുന്നത്? ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ ചർച്ചിന്റെ ഫേസ് ആരാണ്? ക്രൈസ്റ്റ്. പ്രൈസ് ഗോഡ്. യഥാർത്ഥ സഭയാണെങ്കിൽ ആ സഭയിൽ പാസ്റ്ററോ വിശ്വാസികളോ അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒന്നുമല്ല വെളിപ്പെടുന്നത്, ക്രിസ്തു വെളിപ്പെടും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. സോ ഹെഡ് ഇസ് ദ ക്രൈസ്റ്റ് ആൻഡ് ചർച്ച് ഇസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ശ്രദ്ധിക്കണം, വിത്തൗട്ട് ബോഡി ഹെഡ് കനോട്ട് മൂവ്. Praise God. Without head, body is dead. Hallelujah. മനസ്സിലാക്കിയത് സ്തുതിക്കുക. Hallelujah. So the main thing devil never wants to see in the spiritual life, എന്താന്ന് വെച്ചാൽ തലയും ബോഡിയും തമ്മിൽ എന്താകരുത്? കണക്റ്റഡ് ആകരുത്. Praise God. Never the head and body shall be connected together. Praise God. Praise God. For example, sometimes we feel, the body is connected. Tomorrow I want to go to church. Early morning I am feeling, I am not feeling good, I am not going. That means head is not properly connected with the body. If you are connected with Christ, you will never say, I will not go. Praise God. അപ്പോൾ ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നു, തല ക്രിസ്തു, ഹെഡ് ഇസ് ക്രൈസ്റ്റ് ആൻഡ് ചർച്ച് ഇസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. എന്തിനാണ് ഇങ്ങനെ ഒരു സിസ്റ്റം വെച്ചിരിക്കുന്നത്? വൈ ഹെഡ് ഇസ് ക്രൈസ്റ്റ് ആൻഡ് ബോഡി ഇസ് ചർച്ച് ഇസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്? അതിന്റെ റീസൺ എഫേസ്യസ് 5:23 ഒന്ന് വായിക്കാം. If Christ is the head of the church, The husband has authority over his wife, just as Christ has authority over the church, and Christ is himself the savior of the church, his body. Christ is himself the savior of the church, his body. Savior of the church. Praise God. If you are the body of Christ, a part of the body of Christ, and the body is connected with the head as Christ, അങ്ങനെ സിസ്റ്റം എന്തിനു വെച്ചെന്ന് ചോദിച്ചാൽ, if it is connected properly, you will make sure that you will receive the salvation. Hallelujah. He is the savior of the church. ക്രൈസ്റ്റുമായി കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ രക്ഷ ഉറപ്പാ. സ്തോത്രം. കാഹളനാദം കേൾക്കുമ്പോൾ നീ പറക്കും. സ്തോത്രം. Praise God. Hallelujah. Why the system is made? If the body is connected with the head, you will make sure that when Jesus comes, you will fly with him again. Hallelujah. You will make sure. Stotram. രണ്ടാമത്തത് Colossians 1:18. Colossians 1:18. Why the system is made like that? സകലത്തിൽ താൻ മരിക്കേണ്ടതിന് അവൻ ആരംഭവും
Praise God. 118. Colossians ഇങ്ങനെ പാത്ത് കിടക്കുന്ന ഒരു ചാപ്റ്റർ. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. He is also as the head of the body, church. He is the beginning, the firstborn from among the dead. Why head of the church is Christ? Christ wants you to be the first in all aspects of your life. നമ്മൾ പറയത്തില്ലേ, ജോലി സ്ഥലത്ത് എനിക്ക് ഏറ്റവും വലിയ ഐ വാണ്ട് ടു ബിക്കം നമ്പർ 1 ഇൻ മൈ ലൈഫ്, ഇൻ മൈ വർക്ക് പ്ലേസ്, ഇൻ മൈ ഫാമിലി. നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? വി ഹാവ് ദ ഡിസയർ, കർത്താവ് എല്ലാ ഇടത്തിലും ഞാൻ ഒന്നാമനാകണം. ഐ വാണ്ട് ടു ബിക്കം നമ്പർ 1. വാട്ട്സ് ദ റീസൺ? ക്രൈസ്റ്റ് ഈസ് ഹെഡ് ഓഫ് ദ ചർച്ച്. ഹല്ലേലൂയ. Wherever you go, whatever you do, you will be the number 1. Hallelujah. If Jesus is the firstborn, you will be the number 1 in your family. You will be the number 1 in your workplace. You will be number 1, the great number 1. You will be in front of everything. You will be greater than everyone. Hallelujah. കർത്താവ് ആഗ്രഹിക്കുന്നു നിന്നെ വലിയവനാക്കാൻ, ഉയർച്ച പ്രാപിപ്പാൻ, ഉന്നതത്തിക്കുവാൻ വേണ്ടി സഭയുടെ തല ക്രിസ്തുവായി മാറിയിരിക്കുന്നു. Hallelujah. Ephesians 5:25. വേഗത്തിൽ വായിച്ചു. Husbands, love your wives just as Christ loved the church and gave his life for it. Then started loving the body. If Christ is the head of the church, means you are filled with Father's love. ഈ ശരീരം, ഈ സഭ ദൈവസ്നേഹത്തിൽ നിറയണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹം കൊണ്ട് ആമേൻ തല ക്രിസ്തുവായി മാറിയിരിക്കുന്നു. Praise the Lord. എല്ലാത്തെക്കാൾ ഉപരി അടുത്ത വാക്യത്തിലാണ് ഏറ്റവും പ്രാധാന്യം. 1 Corinthians chapter 11:3. This is the most important point we have to study. Why Christ is head of the church. പുരുഷന്റെ തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവസ്തോത്രം. But I want you to understand that Christ is supreme over every man. The husband is supreme over his wife, and God is supreme over Christ. Praise the Lord. Hallelujah. If the church is connected with Christ, that means the church is connected with heaven. Hallelujah. ഇല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ സഭയാ, ഇത് ദൈവസഭയാ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഞങ്ങളുടെ സെന്റർ എവിടാ? കുമ്പനാട്. ഞങ്ങളുടെ സെന്റർ എവിടാ? അങ്ങ് വത്തിക്കാനില്ല. ഞങ്ങളുടെ സെന്റർ എവിടാ? അങ്ങ് സിറിയയില. എന്ന് പറഞ്ഞാൽ നിന്റെ സെന്റർ എന്ന് അവസാനിക്കുന്നത് ഈ ഭൂമിയില. പക്ഷേ ദൈവസഭയുടെ സെന്റർ അവസാനിക്കുന്നത് ഭൂമിയിലല്ല, അതങ്ങ് സ്വർഗത്തിലാ. ദൈവത്തിന് സ്തോത്രം. Your head office is not in this world. Your head office is in heaven. Hallelujah. അപ്പോൾ മാന്റെ സുപ്രീം ആയിട്ടുള്ള ക്രൈസ്റ്റിന്റെ സുപ്രീം ആരാണ്? ഹെവൻലി ഫാദർ. സ്തോത്രം, സ്തോത്രം. That is the reason church is made as a body of Christ. സ്തോത്രം. ക്രിസ്തു എന്ന തലയുടെ ശരീരമാകുന്ന സഭ. Praise God. So I want to become the body of Christ, as a part of the body of Christ. At any cost. എനിക്ക് സഭയുടെ ഭാഗമാകണ്ട, എക്സ് സഭയുടെ ഭാഗമാകണ്ട, വൈ സഭയുടെ ഭാഗമാകണ്ട. I don't want to be part of any of the church. I want to become the part of the body of Christ. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായി മാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന. സ്തോത്രം. അതിന് എനിക്ക് എങ്ങനെ അങ്ങനെ ഭാഗമായി മാറാൻ പറ്റും? How I can become the part of the body of Christ. Ephesians 4:15 എന്ന് വായിച്ച്, what shall I do? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ക്രിസ്തുവിന്റെ what shall I do to become the part of the body of Christ? ക്രിസ്തുവിന്റെ സഭ എന്ന ശരീരത്തിന്റെ ഭാഗമാകേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം? Instead, by speaking the truth in a spirit of love, we must grow up in every way to Christ, who is the head. We must grow up in every way to Christ,
Every way to Christ who is the head. head. മലയാളത്തിൽ എഴുതിയിരിക്കുന്നു, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് നമ്മൾ ഓരോ ക്രിസ്തുവിന്റെ തലയിലും സകലത്തിലും വളരെ സകലത്തിലും വളരും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഇത് ഞാനാ, ഇത് ക്രൈസ്റ്റാ. ഓക്കെ, നൗ ഡിസ്കണക്റ്റഡാ. ഞാനിപ്പോ ഡിസ്കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഐ ഷാൽ ഗ്രോ. എന്ത് ചെയ്യണം? ഐ ഷാൽ ഗ്രോ. എവിടെ വരെ? ക്രിസ്തുവിന്റെ തലയോളം എന്ത് ചെയ്യണം? വളർന്നിട്ട് കണക്റ്റഡ് ആകണം. സ്തോത്രം. ഐ ഷാൽ ഗ്രോ. വളരാത്ത ദൈവമക്കളുള്ള സഭ ക്രിസ്തുവുമായി ബന്ധപ്പെടുന്നില്ല. സ്തോത്രം. Everyone the church shall grow in Christ shall connected with Christ. സ്തോത്രം. എങ്കിൽ മാത്രമേ ദൈവസഭയായി മാറൂ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഈ കണക്റ്റഡ് ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത് അറിയാമോ? അതാണ് ദ സീക്രട്ട്. നിനക്കറിയാത്തൊരു സീക്രട്ട് ഉണ്ട്. പിശാച്, devil knows that secret. If you grow in Christ and grow and get connected with Christ, with the head, devil knows what will happen in you. അത് എഴുതി വെച്ചിരിക്കുന്ന വചനം Colossians 2:19. Colossians 2:19. ഈ തലയിൽ നിന്ന് ഈ ശരീരത്തിലേക്ക് മുഴുവൻ ചൈതന്യം പ്രാപിച്ച് ഏകീഭവിച്ച് ദൈവിക വളർച്ച പ്രാപിക്കുന്നു. ജീസസ്, വായിച്ചേ. And have stopped holding on to Christ, who is the head of the body. Under Christ's control, the whole body is nourished. The whole body is nourished and held together by its joints and ligaments, and it grows as God wants it to grow. And it grows as per God wants it. ദൈവം ആഗ്രഹിക്കുന്ന പോലെ. When you are connected with head, the church will start moving. Why? We disconnected എന്താണ്? If the body is disconnected, the head means it is dead. When it is connected with the head, suddenly the everlasting life will start moving. The everlasting love will start moving. The everlasting power of the blood will start moving. എല്ലാം ഇങ്ങോട്ട് ക്രിസ്തുവിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. Everything will start moving from Christ. And from where Christ received, because head of the Christ is Father God. Amen. സ്വർഗത്തിലെ എല്ലാ നന്മകളും സഭയിലേക്ക് ഒഴുകാൻ തുടങ്ങും. ജീവൻ പ്രാപിക്കാൻ തുടങ്ങും. ശക്തി പ്രാപിക്കാൻ തുടങ്ങും. ആമേൻ. ചൈതന്യം പ്രാപിക്കാൻ തുടങ്ങും. ആമേൻ. ആമേൻ. മഹത്വം പ്രാപിക്കാൻ തുടങ്ങും. സ്തോത്രം. Praise God. കണക്റ്റഡ് ആകണം. You shall grow in Christ. You shall grow in Christ. Praise God. വളരണം. വളരണം. You shall grow. Praise the Lord. സ്തോത്രം. ഇത്ര നിങ്ങളുടെ മനസ്സിലുണ്ടോ? This, it comes in your mind, spiritual mind, and if you start meditating, and today if you submit to God, God, I want to be the part of the body of Christ, it will happen to you. Praise God. Hallelujah. Hallelujah. മരിച്ചു കിടക്കിയ കണക്ഷൻ ഇല്ല. നോ കണക്ഷൻ. പാസ്റ്ററോട് കണക്ട് ആയിട്ട് കാര്യമില്ല. മനസ്സിലാർക്ക? സ്തോത്രം. If you get connected with the pastor, no use. It is not the head of the church. You are connected with the central pastor, no use. Even you are connected with the Pope, no use. Praise God. Because he is not the head of the church. ഭൂമിയിൽ ഒരു മനുഷ്യനായി കണക്റ്റഡ് ആയതുകൊണ്ട് നിനക്ക് യാതൊരു പ്രയോജനമില്ല. ചിലർ മറിയായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. Many are trying to connect to Mary. വല്ല കാര്യമുണ്ടോ? Mary is not the head of the church. Praise God. Hallelujah. So get connected. Connected ആയി കഴിഞ്ഞാൽ
it will start flowing. The commandment will start flowing. The real things will start flowing. The power of God will start flowing. The Holy Spirit will start flowing. The love will start flowing. Our body of Christ will be the church of God. Deva Sabha. Hallelujah. Praise the Lord. So really now I am thinking whether I am connected to head. Now I am thinking about it. ഇതുവരെ ചിന്തിച്ചില്ല, ഞാൻ തലയുമായി കണക്റ്റഡ് ആണോ? ഒരു സംശയം. ഐ ഹാവ് എ ഡൗട്ട് നൗ. ഞാൻ കൈയടിക്കുന്നു, ആരാധിക്കുന്നു, പാട്ട് പാടുന്നു, ദശാംശം കൊടുക്കുന്നു, വെള്ളം ഇടുന്നു, എവറിത്തിങ് ഇസ് ഫൈൻ, എവറിത്തിങ് ഗോഡ് ഇസ് വെരി ഹാപ്പി. ബട്ട് ടുഡേ ഐ എം തിങ്കിങ് റിയലി ഐ എം കണക്റ്റഡ് ടു ക്രൈസ്റ്റ്. റിയലി ഐ എം കണക്റ്റഡ് ടു ദ ഹെഡ്. പ്രൈസ് ഗോഡ്. അതൊന്ന് പരിശോധിച്ച് check that whether we are really connected or not. 1 Corinthians chapter 12, 14 to 16. അവയവമല്ല, പലതത്രേ. ഞാൻ കൈയല്ലായതുകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് താൻ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണല്ലായതുകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. For the body itself is not made up of only one part. Body is not made up of one part. But of many parts. If the foot were to say, because I am not a hand, I don't belong to the body, that would not keep it from being a part of the body. And if the ear were to say, because I am not an eye, I don't belong to the body, that would not keep it from being a part of the body. Praise the Lord. കൈ പറയുക, കാല് പറയുക ഞാൻ കൈയല്ലാത്തതുകൊണ്ട് ഐ എം നോട്ട് ദ പാർട്ട് ഓഫ് ദ ബോഡി. ചെവി പറയുക ഞാൻ കണ്ണല്ലാത്തതുകൊണ്ട് ഐ എം നോട്ട് ദ പാർട്ട് ഓഫ് ദ ബോഡി. If you are part of the body of Christ, the first thing God is want to see is, first of all, don't degrade yourself in your spiritual life. And don't underestimate others in your spiritual life. മുൻവിധിയോട് ആരെയും നീ ആത്മീയത്തിൽ കണ്ടു കാണരുത്. നിന്നെ തന്നെ നീ ചെറുതായി കാണരുത്. പ്രൈസ് ഗോഡ്. ഈവൻ ഈ കൺപീലിക്ക് പോലും ഉപയോഗമുണ്ട്. സ്തോത്രം. ആമേൻ, ആമേൻ. നീ നിന്നെ വില കുറച്ച് കാണരുതെന്ന്. ദൈവസഭയിൽ വരുന്ന ആരെയും മുൻവിധിയോടെ നീ വില കുറച്ച് കാണരുത്. That brother is coming, there simply is coming. Don't say that. God is using others. Whether he will use me, I don't think. I don't have the capacity, I don't have the ability. Maybe I cannot be used by God. No. ഇതെന്തു പറഞ്ഞാലും നീ ശരീരത്തിന്റെ ഭാഗമാകണം ദൈവം ആഗ്രഹിക്കുക. Praise God. Don't underestimate others. He is not good. What capacity is having? Simply coming and going. He will want for 1 week, another 5 weeks he will not come. Simply, I don't know. He is not having that commitment. Don't say. Tomorrow the power will come upon him. He will be the most powerful for God. ഒന്നിനെ നീ വില കുറച്ച് കാണരുത്. നിന്നെ നീ വില കുറച്ച് കാണരുത്. എന്നെ ഒന്നിനും കൊള്ളത്തില്ല. ഐ എം യൂസ്ലെസ്. പ്രൈസ് ഗോഡ്. കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നീ ഇല്ല, പിന്നെ ക്രൈസ്റ്റേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ഐഡന്റിറ്റി മാറിക്കഴിഞ്ഞു. സ്തോത്രം. കണക്റ്റഡ് വിത്ത് ക്രൈസ്റ്റ്. പൗലോസ് പറഞ്ഞു, ഐ എം ഗുഡ് ഫോർ എവരിതിങ്. ഹല്ലേലൂയ. എല്ലാത്തിനും എനിക്ക് ഐ എം ഗുഡ് ഫോർ എവരിതിങ്. You tell me whatever. If you want to swim through the sea, I will swim because the power of God is with me. Hallelujah. കടലിൽ നീന്തി കടക്കാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും, കാരണം പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേലുണ്ട്. I can do impossible things through Christ. Hallelujah. Acts chapter 9, 26 to 28 ഒന്ന് വായിച്ചേ.
Barnabas and brought him to the apostles and explained to them how along the way he had seen the Lord, and how at Damascus he had preached freely and confidently and courageously in the name of Jesus. So he went in and out among them and did slaves. Praise the Lord. Shaul, he was against the church. He was the killing God's people. Now, a great transformation happened in his life. മാനസാന്തരം അകത്ത് നടന്നു. ഇവൻ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അപ്പോസ്തലൻ പറയും, അയ്യോ, don't bring him, we are afraid. He is the destroyer of the church. ബർന്നബാസ് പറഞ്ഞു, ഇല്ല, he is connected with Christ. He is connected with the head. Now he is not the old Saul, he is the new man. Now he will be the greatest number one in the being the apostle. മുൻവിധിയോടാണ് ആര് കണ്ടത്? ശിഷ്യന്മാർ പറഞ്ഞു, ഇവനെ കൊണ്ട് കൂട്ടരുത്. He never belongs to us. He never belongs to Jesus. So അവനെ മാറ്റിയേക്കാൻ പറഞ്ഞു. Take him away from us. പക്ഷേ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അവരുടെ കൂടെ കൂടി he joined with them, and you know what is written in the Bible. മറ്റ് അപ്പോസ്തലന്മാരെക്കാളും ശ്രേഷ്ഠനായി ആര് മാറി? പൗലോസ് മാറി. Praise God. പഴയ നിയമത്തിൽ ജോസഫിനെ നോക്കിക്കേ. If you study about Joseph, brothers പറഞ്ഞു, ദർശനക്കാരൻ, dreamer is coming. Praise God. You are a dreamer. You dreams about what which will never happen in your life. നീ സ്വപ്നം കാണുക അങ്ങനെ ജീവിതത്തിൽ സംഭവിക്കാത്ത കുറിച്ച്. കുട്ടികൾ പറഞ്ഞു, he is a slave. Joseph was very quiet. അവൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടിരുന്നു. He depended on his father. Praise God. Later the Pharaoh is saying, he is not a dreamer. He is not a slave. He is boss of the whole slaves. Hallelujah. Why you are calling him dreamer? Now Joseph is saying, I received more than what I dreamed. Hallelujah. ഞാൻ സ്വപ്നം കണ്ടതിലധികമായി ദൈവം എന്നെ ആക്കി. സ്തോത്രം. സഹോദരന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒത്തിരി അടിമയാൻ തോന്നി, എല്ലാവർക്കും അടിമയാൻ തോന്നി, എല്ലാവർക്കും സ്വപ്നക്കാരൻ തോന്നി. ദൈവം പറഞ്ഞു, he is not a dreamer. He is no more a slave. He is going to rule the country. Hallelujah. Hallelujah. Praise the Lord. അവൻ സ്വപ്നം കണ്ടതിനേക്കാളും he received more than he dreamed. Praise God. ഡേവിഡിനെ കുറിച്ച് ചോദിച്ചാലോ? സാമുവേൽ ചോദിച്ചു, എല്ലാ മക്കളും വന്ന് all are here. ഉടനെ അപ്പം പറഞ്ഞു, there is one, he is a shepherd, he is with the sheep. ഒരു ആട്ടിടനായ ഒരു മകൻ എനിക്കുണ്ട്, അവനോടുണ്ട്. Praise God. പക്ഷേ Psalm 61 പറയുന്നു, നീ പെട്ടെന്ന് എവിടെ പോവാ? Go to the house of Jesse. I have seen a king in his family. അവന്റെ അപ്പനും സഹോദരങ്ങൾക്കും അവനൊരു ആട്ടിടയനാണെങ്കിൽ അവന്റെ ദൈവത്തിന് അവനൊരു രാജാവാ. സ്തോത്രം. Hallelujah. 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 Don't think the person is coming, is working in a higher position. Don't think that he is having the knowledge of languages. Don't think he is having great wisdom. A body is coming. A body of Christ is coming. Tomorrow he will get connected with Christ. God will use him abundantly. Hallelujah. നീ അകത്ത് വന്നവന്റെ വെളുപ്പും നിറപ്പും ചുവപ്പും അവന്റെ ശമ്പവും അവന്റെ വണ്ടിയും അവന്റെ വസ്ത്രവും നോക്കുന്നത് അവനൊരു ശരീരമായി കടന്നു വന്നെങ്കിൽ ക്രിസ്തുവുമായി ബന്ധപ്പെടുമ്പോൾ നീ ആ ചിന്തിക്കാത്തൊരു അനുഭവമായി അവൻ മാറുകയാണ്. സ്തോത്രം. Praise the Lord. Praise the Lord. Hallelujah. Mark chapter 5, 1-5 എന്ന് വായിച്ചു. അത് ഭാഗം വായിച്ചു. മാർക്കോസ് സുവിശേഷം 5, 1-5. Jesus and his disciples arrived on the other side of the lake Galilee, in the territory of Gerasa. As soon as Jesus got out of the boat, he was met by a man who came out of the burial caves there. This man had an evil spirit in him. ഗദരദേശത്ത് അവൻ ഇങ്ങനെ അവൻ വിഷാദി പിടിച്ചവനെ പോലെ in the graveyard ശവക്കല്ലറയ്ക്കകത്ത് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. Okay. And lived among the
storms. Nobody could keep him chained up anymore. Many times his feet and hands had been chained, but every time he broke and the chains and smashed the irons on his feet. He was too strong for anyone to control him. Day and night he wandered. No one had the strength to control him. Everyone was afraid. Everyone was afraid because he was having the unclean spirit. He lives in the graveyard. He lives in the unclean spirit. He tried to kill himself. സ്വയം കൊല്ലുവാനും ശവക്കല്ലറയിൽ ശവത്തിന്റെ ദുർഗന്ധം വമിച്ചുകൊണ്ട് അവനെ നമ്മുടെ ചങ്ങല ഇടിച്ചും കല്ലിടിച്ച് സ്വയം മരിക്കാൻ ശ്രമിക്കുന്ന ആ ശുദ്ധാത്മ പ്രാപിച്ചവന്റെ അരികിലേക്ക് പോകുവാൻ ജനം ഭയപ്പെട്ടു. Everyone was afraid. അവനെ യേശു സൗഖ്യമാക്കി. സ്തോത്രം. അതിന് 5:20 ഒന്ന് വായിച്ചേ. To publicly proclaim in Decapolis what Jesus had done for him, and all the people were astonished and marveled. And everyone was astonished and marveled. See, before എന്തായിരുന്നു? മുമ്പെന്തായിരുന്നു? Everyone was afraid. എല്ലാവർക്കും ഭയമായിരുന്നു. അവനെ യേശു സൗഖ്യമാക്കിയപ്പോൾ, അവൻ യേശുമായി ഹെഡുമായി കണക്റ്റഡ് ആയപ്പോൾ, once he was connected with the head, now the public is saying, അവനെ ഞങ്ങൾക്ക് ഭയമായിരുന്നു, ഇപ്പോൾ നോക്കിയേ അവനിലൂടെ ദൈവനാമം മഹത്വപ്പെടുന്ന. സ്തോത്രം. Praise God. Praise God. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബൈബിളിന്റെ എന്റെ ഒരു ഇതാ, രാത്രി ശവക്കല്ലറെ കിടക്കാൻ പേടിയില്ലാത്തവൻ നല്ല ധൈര്യമുള്ളതെന്ന് ആർക്ക് മനസ്സിലായി? ദൈവത്തിന് മനസ്സിലായി. He is not afraid to sleep in the graveyard. That means he is a courageous person. That's the reason he was healed. Now, once he was healed, he was not at all afraid. Now he is saying it was a better place in the graveyard because they are really dead. Now I am proclaiming the gospel to the spiritually dead, and they are saying we are alive. Hallelujah. മനസ്സിലായോ? മരിച്ചവരായിരുന്നു, പക്ഷേ മരിച്ചവരെ പോലുള്ള ജീവന്റെ സുവിശേഷം അറിയിക്കാൻ കടന്നുപോയപ്പോൾ ഇപ്പോൾ ഞാൻ ഭയപ്പെടുന്നു. കാരണം മരിച്ചതെങ്കിലും ജീവനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുവിശേഷം അറിയിക്കുന്നവനായി ഇവനെ മാറ്റി. സ്തോത്രം. Hallelujah. So never underestimate yourself. ഇന്നത്തെ നീയല്ല നാളത്തെ നീ. ഇന്നത്തെ നീയല്ല നാളത്തെ നീ. സഭയിൽ വരുന്ന ആരെയും നീ എന്ത് ചെയ്യരുത്? Never underestimate. Never degrade yourself. No, I cannot. No, I can through Christ. I can through Christ. Praise God. അങ്ങനെയാണെങ്കിൽ, if you have an attitude like this, you are the part of the body of Christ. അതില്ലെങ്കിൽ നീ സഭയുമായിട്ട് ബന്ധമില്ല. രണ്ടാമത് 1 Corinthians chapter 12, 20 and 21. Same 1 Corinthians 12, 21, 21. എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന്, തലയ്ക്ക് കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. Praise the Lord. As it is, there are many parts but one body. One body. So then the eye cannot say to the hand, I don't need you. I don't need you. Nor can the head say to the feet, well, I don't need you. I don't need you. Praise God. 3. If you are a part of the body of Christ, never try to ignore anyone. Some pastors are thinking, if I go from this church will collapse. Because of me, the church is running. Some worshiping people will think, because if I don't sing, if I don't play the keyboard, if I don't play the drums, worship will be collapsed. Praise God. Because I am the only one person. ഞാനില്ലെങ്കിൽ പോയി. me എന്നൊരു pride. I don't want it. Praise God. When Jesus in the midst of the problem, he went to Peter and said,
Can you pray for me, please? ആരാ ചോദിക്കുന്നത്? ജീസസ് ക്രൈസ്റ്റ്. Alone, nobody can do anything. സ്തോത്രം. Hallelujah. എല്ലാവരും ആവശ്യം. If a new soul is coming to the church, it's because of sitting here, not because of one person. അവരെ കൊണ്ടുവരുന്ന ഒരാളായിരിക്കാം, പക്ഷേ എല്ലാവരുടെയും പ്രാർത്ഥന, എല്ലാവരുടെയും കണ്ണുനീര് അതിന് പിന്നിലുണ്ട്. സ്തോത്രം. If one person is healed here, it's not because of pastor prayed for him, or not because of you prayed for him. It's because of the whole church. Everyone has a part of it. I cannot say to a brother, I don't need you. You are not the part of the body of Christ. എത്ര മോശപ്പെട്ട ആള് സഭയ്ക്കകത്ത് വന്നാലും you shall say, I need you. We cannot say no. Acts 12:5 ഒന്ന് വായിച്ചേ. Acts 12:5. Peter was inside the prison. Peter was the greatest first apostle who preached. 3,000 people baptized. Great miracles happening. People are healed by him. So Peter was kept in jail. Kept in jail. But the people of the church were praying earnestly to God for him. Peter, whatever you are, so how much powerful you are, how much you are used by God, you shall realize one truth. നീ മനസ്സിലാക്കേണ്ട സത്യമുണ്ട്. നീ എത്ര അത്ഭുതങ്ങൾ അടയാളം ചെയ്യുമ്പോഴും നീ ഓർത്തുകൊള്ളുക, നിനക്ക് വേണ്ടി മറഞ്ഞെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. സ്തോത്രം. There are people who are praying for you. If that prayer is not there, you will not be out of the jail. Hallelujah. Never ever think that I will alone, I will do it. No. As a group we can do. As a body, we can't പറയാ. If his leg is going to say, I will not move, then how the body can move? Praise God. Only leg is recovered. No. If I have sick, I cannot move. Even leg, there is no use. I cannot do that. കാലിൽ പറയാ, കൈ പറയാ, ഞാനില്ലെങ്കിൽ, if I am not there, everything will collapse. Nothing. It's a group work. That's the reason God created a fellowship. That's the reason we are here together. സ്തോത്രം. സ്തോത്രം. നെഹമ്യാവിനെ പഠിക്കാമെങ്കിൽ നെഹമ്യ chapter 1, 3 and 4 പെട്ടും. First 3 and 4. Are in great trouble and reproach. The wall of Jerusalem is broken down, and its gates are destroyed by fire. വാതിൽ കത്തിക്കിടക്കുന്നു, വാതിൽ പൊളിഞ്ഞു കിടക്കുന്നു. All those people are in trouble, പ്രശ്നത്തിൽ കിടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു നെഹമ്യാവ്? Praise God. Listen to this point. When Nehemiah heard about the problems, Nehemiah started fasting. Nehemiah started praying. Nehemiah started praying. ഈ പ്രശ്നങ്ങൾ കേട്ടപ്പോൾ ഒരാൾ കരയാൻ തുടങ്ങി, ഒരാൾ ഉപവസിക്കാൻ തുടങ്ങി, ഒരാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. One person started crying and fasting. Then Nehemiah reached the place where the problem is there. അതൊന്നും വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. Chapter 2, 19 and 20 ഒന്ന് വായിച്ചു. When Sanballat, Tobiah, and an Arab named Geshem heard what we were planning to do, they laughed at us and said, "What do you think you are doing? Are you going to rebel against the emperor?" The enemies started asking them, "You are going to rebel against the king?" See the next verses. I answered, He answered. The Nehemiah answered. What is the answer? "The God of heaven will give us success." God of heaven will give us success. We are his servants, We are his servants, and we are going to start building. and we are going to start building. But Praise God. Who started crying? One person. Who started fasting? One person. But the moment the right place came, Nehemiah saying, "Not me, we are going to do it. We are going to do the God's work. We are here to do the God's work. How will God give success to us?"
ഞാനല്ല ചെയ്യാൻ പോകുന്നത്, ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ ചെയ്യും. സ്തോത്രം. Praise the Lord. Praise the Lord. So we should have the attitude what we will do, not me. Not me. Not me. See, which part is connected to Christ? Neck. Leg. Hand is not directly connected. Leg is not directly connected. But when the neck is getting connected with Christ, they don't have the attitude of I, they have the attitude of we. The total body is connected with Christ. If the church is thinking I, that means the church is not connected, totally connected to Christ. Hallelujah. Hallelujah. 2 Corinthians 1:11 and wait. 2 Corinthians chapter 1:11. ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ നടക്കുന്നുണ്ടല്ലോ. പല മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരും As you help us by means of your prayers for You help us by the means of your prayers for us, prayers for us. so it will be that the many prayers for us will be answered, and God will bless us. God bless me. Why? God bless me. എന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് because of the prayer of many people. So Paul is preaching to the church. If you see that I am doing something for God, it is not me, it is we are doing together. Hallelujah. If you think of unity, if you think that not me, whatever we are doing, you are part of the body of Christ. ഞാനില്ലെങ്കിലില്ല, ഞാനൊരു സംഭവമാണ്. I am really a supernatural person. I have that power of Holy Spirit. If I am not there, no, nobody is there. You see, ഏലിയാവ് വിശന്നിരുന്നപ്പോൾ ആരാ കൊടുത്തത്? When Eliyahu is hungry, who gave the food? Crow. One crow. If you go also, one crow will preach here. No issues for God. Even one donkey can preach here. Hallelujah. It's in the word of God. Don't think that you are something or a supernatural. No, we are together. We are supernatural because we are connected with Christ. Hallelujah. Praise God. ഒരു ഭാഗത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കും. 12:25-26. വേഗത്തിലായിക്കോട്ടെ, പെട്ടെന്ന് പ്രാർത്ഥിക്കും. 25-26. And so there is no division in the body, There is no division in the body, but all its different parts have the same concern for one another. same concern for one another. If Same concern for one another. അടുത്ത വാക്യം. if one part of the body suffers, Suffers, all the other parts the other part will suffer. suffer. Ah, If one part is praised, all the other parts share its happiness. share his happiness. Praise the Lord. Praise the Lord. There is no division. Caring each other. ഒരാൾ ദുഃഖത്തിലാണെങ്കിൽ പ്രാർത്ഥിക്കാൻ ബ്രദറെ. No. So I will tell you one example. We say many prayer requests here. Some having visa problems, some having this issues in family, some having difficult situations. Everyone will listen. Maybe everyone will pray here. But I will tell you one thing. Very few will call again and ask what happened to his brother, that brother. Why? Because this person has continuously praying for that brother. മനസ്സിലായോ? ആര് പ്രാർത്ഥിക്കുന്നുണ്ടോ അവർ വിളിച്ച് ചോദിക്കും, ആ സഹോദരൻ വിഷയം ശരിയായോ, ആ സഹോദരൻ ശരിയായതുകൊണ്ടാ ആ വ്യക്തി പ്രാർത്ഥിക്കുന്നു. Praise God. When you suffer, God, I will suffer with you. When you become happy, I will rejoice in the Lord. I will care each other. Hallelujah. ഞാൻ വരും, I will come, I will go. You are not a part of the body of Christ. One hug is required. One, brother, don't worry, God will help. One word is required. One smile is required. That will give the power to the other person. അറിയ കഷ്ടത്തിരിക്കുന്നവന് ഒരു കുട്ടി, ഒരു കെട്ടിപ്പിടുത്തം, ഒരു സ്നേഹചുംബനം, ബ്രദറെ ധൈര്യപ്പെടുന്ന വാക്കുകൾ അവനെ ആത്മാവിൽ ബലപ്പെടുത്തും. സ്തോത്രം.
We care each other. കാലേ മുള്ളുകൊണ്ടാണ് കൈ പറയാ, ഓ അവനല്ലേ ഇരിക്കുന്നേ, പറയൂ, അയ്യോ അയ്യോ, the body will suffer. Anywhere you have any injury, total body will suffer. Hallelujah. The pain will come to all body, part of the body. ഇല്ലേ, എങ്ങനല്ലേ വരുന്നേ, അല്ലേ? ഇപ്പൊ കാലേ മുറിഞ്ഞാണ് അങ്ങനെ തല അയ്യോ എന്ന് വെക്കുന്നത്. ദേഹം മുഴുവൻ അങ്ങനെ വേദന എടുക്കുന്നത്. Because when you suffer, the whole body will suffer. When you have happiness, the whole body will rejoice in the Lord. Praise the Lord. Philippians 4:11 and 12 വായിച്ച്. Philippians 4:11 and 12. And I am not saying this because I feel neglected, for I have learned to be satisfied with what I have. I have learned to be satisfied with what I have. I know what it is to be in need and what it is to have more than enough. I have learned this secret so that anywhere, at any time, I am content, whether I am full or hungry, whether I have too much or too little. Praise the Lord. I have the grace of God to be part of the body of Christ. Why? If I have to be suffer with my brother, I have the grace to have the grace to suffer with him. I have the grace to cry for him. I have the grace for pray for him. I have the grace to love him, hug him. I know at any moment of life how I shall be. God has given the grace upon me. സമൃദ്ധിയിലിരുന്നാലും കഷ്ടത്തിലിരുന്നാലും വിഷമിരുന്നാലും ആഹാരത്തിലിരുന്നാലും ഏത് അവസ്ഥയിൽ ഇരിക്കാൻ എനിക്ക് അറിയാം. ബിക്കോസ് വ്യത്യസ്ത ജീവിതങ്ങൾ സഭയിൽ കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ടി അവരെ പോലെ ആയിത്തീരുവാൻ എനിക്ക് കഴിയും. കാരണം കർത്താവിന്റെ കൃപ എന്റെ മേലുണ്ട്. സ്തോത്രം. കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പാൻ കൃപയുണ്ട്. I have the grace to hold the people close to me. Brother, don't worry. Sister, don't worry. God will help you. I will take care. എന്റെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് അവരെ സേവിപ്പാനും സ്നേഹിപ്പാനും ഏത് അവസ്ഥയിൽ പോകുവാൻ എനിക്കറിയാം. What is our attitude? Somebody is having financial problem. He is coming near to us. We will say, okay, brother, see you soon. Because കടം ചോദിച്ചാൽ we ask some money, if I have to give, then I don't know whether they will give me back. പോകുന്നേ പോട്ടെന്നേ. Father will give you. Give to them. Think that it will not come back. Praise God. If you have the capacity to give 1 dinar, give 2 dinar. Praise God. Stotram. Because you should take care. I'm not telling about money. Holding near to him. Call him and ask, brother, you are okay? We are praying for you. Don't worry. We are praying for you. All these words will give the power to the other part of the body. Praise God. Jude chapter 1, 21 to 23. Only one chapter. ലേഖനം 1:23 21 to 23. With you and on some have mercy, favor and doubt. 21 to 23. 1:21. And keep yourselves in the love of God Love of God. as you wait for our Lord Jesus Christ in his mercy Mercy. to give you eternal life. Show mercy towards those who have doubts. Show mercy to others. Save others by snatching them out of the fire. Save others by snatching them out of the fire. And to others show mercy mixed with fear, but hate their very clothes stained by their sinful lusts. Praise the Lord. Maybe you also suffer. Maybe you also have problem. Maybe you also face problem, but never go back. Every step you will take, every step നീ എടുക്കുന്നതും ഒരാളെ രക്ഷപ്പെടുത്താനാണെങ്കിൽ ദൈവം നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. Maybe you lose your money, maybe you lose your health, maybe you lose your peace of mind. Everything maybe you lose, but you do it for God. You do it for other part of the body. You do it for the brother, sister. Don't worry. God will help you. You will have a reward in front of God. Praise God. ഒന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, never degrade yourself.
നെവർ അണ്ടർസ്റ്റിമേറ്റ് അത്. ആരെയും വില ഉറച്ച് കാണരുത്. രണ്ട് പറഞ്ഞു സ്തോത്രം. ആമേൻ. ഐ എന്ന് പറഞ്ഞൊരു ഭാവം ബോഡിക്കുണ്ടാകരുത്. ഐ, ഞാനില്ലെങ്കിൽ നോ. ഓൾവേസ് തിങ്ക് അബൌട്ട് അസ്, മീ. മൂന്നാൾ പറഞ്ഞു ടേക്ക് കെയർ. സ്നേഹത്തിൽ കരുതുക, ചേർത്ത് പിടിക്കുക. ആ വ്യക്തി എന്തെന്നുള്ളതല്ല, നീ ശരീരത്തിലെ ഭാഗമാണെന്ന് ഓർത്തുകൊണ്ട് അവനെ ചേർത്ത് പിടിക്കുക. അവനെ ചേർത്ത് പിടിച്ച് ഈ ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റുക. ഏത് ശരീരത്തിന്റെ? ബോഡി ഓഫ് ക്രൈസ്റ്റ്. Hallelujah. So if this attitude is how you are holding this attitude means നീ ദൈവസഭയുടെ ഭാഗമാണ്. You are part of the house of God. If this attitude is not in you, ഇല്ലെങ്കിൽ ഏതോ സഭയുടെ ഭാഗമാണ്. സ്തോത്രം, സ്തോത്രം. ഈ പകൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവസഭ കർത്താവ് പണിയും. ആ സഭയുടെ തലയാണ് ക്രിസ്തുവിന്റെ ശരീരമാണ്. അതിൽ ഓരോ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അതിന്റെ അവയവത്തിന്റെ ശക്തി, മഹത്വം നിങ്ങളെ വെളിപ്പെടട്ടെ. Let the glory of God shall dwell upon you as a body, part of the body of Christ. Let this message help you to renew yourself, to come out from all the wrong ways of spiritual life and continue as a part of the body of Christ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് എഴുതിയിരിക്കുക.